അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി തുഖാ വന്നഖാ അമാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻകി ദർഖാസ്ത് ഖബൂൽ കർക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ അപേക്ഷ സ്വീകരിച്ചു അല്ലേ? അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ മറ്റുള്ള അറബി പട്ടണങ്ങളിൽ പോയി എൻ്റെ സാധനങ്ങൾ കച്ചവടം ചെയ്യുമെന്ന് ഖദീജ ബീവി ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അപേക്ഷ സ്വീകരിച്ചു. അപേക്ഷയ്ക്ക് എന്താ നമ്മൾ പഠിച്ചത്? ദർഖാസ്ത് അല്ലേ? അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. അത് ചിലവരത് ദർഖുവാസ്ത് എന്നൊക്കെ വായിക്കും. വാവ് അവിടെ സൈലൻ്റാണ്, അപ്പോൾ വാവ് ഉച്ചരിക്കാൻ പാടില്ല ആ ഭാഗത്ത്. അത് വായിക്കുന്നത് ശ്രദ്ധിക്കണം. ദർഖാസ്ത് എന്നാണ് വായിക്കുക. ദർഖാസ്ത്. ദർഖാസ്ത് എന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ने उनकी दरख्वास्त कबूल कर की. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻകി ഖദീജ ബീവിയുടെ ദർഖാസ്ത് അപേക്ഷ കബൂൽ കർലി സ്വീകരിച്ചു. കബൂൽ കർണ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. നോട്ട് ബുക്കിൽ എഴുതി വെക്കുക അർത്ഥം. കബൂൽ കർണ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. ഉൻകി മിഹിനത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹിനത്ത്. മിഹിനത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമം. ഓർ ഈമാൻദാരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത. ഈമാൻദാരി കി വജഹ്സെ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിൻ്റെയും വിശ്വസ്തതയുടെയും കാരണത്താൽ. കീ വജീസെ എന്ന് പറഞ്ഞാൽ കാരണത്താൽ. നോട്ട് ചെയ്യുക. കീ വജീസെ എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ബുക്കിൽ എഴുതി വെക്കുക. കീ വജീസെ കാരണത്താൽ. ഹസ്രത്ത് ഖദീജ, പ്രിയപ്പെട്ട ഖദീജ കോ അപ്പിനെ കാറൂബാർ മേ, പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അപ്പിനെ തൻ്റെ കാറൂബാർ മേ. കാറൂബാർ എന്ന് പറഞ്ഞാൽ കച്ചവടം, ബിസിനസ്. നോട്ട് ചെയ്യുക. കാറൂബാർ ഒന്നെങ്കിൽ കച്ചവടം എഴുതുക, അല്ലെങ്കിൽ ബിസിനസ് എഴുതുക. അപ്പിനെ കാറൂബാർ മേം, തൻ്റെ കച്ചവടത്തിൽ ബഹുത്ത് ഫാഹിദ പഹൂഞ്ച, ധാരാളം നന്മ. ഫാഹിദ എന്ന് പറഞ്ഞാൽ നന്മ. പഹൂഞ്ച എത്തിച്ചു. പഹൂഞ്ചിന എഴുതി വെക്കുക. പഹൂഞ്ചിന എത്തിക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമം കാരണം, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത, നല്ല ആരെയും പറ്റിക്കൂല, നല്ല വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഈമാൻദാരി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത കാരണമായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ ധാരാളം നന്മകൾ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ബഹുഞ്ചിന, നന്മകൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം ലാഭം കിട്ടി എന്നർത്ഥം. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കി ബേമിസാൽ ഷഖ്സിയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുല്യമായ വ്യക്തിത്വം. ബേമിസാൽ എന്ന് പറഞ്ഞാൽ അതുല്യമായ. എഴുതി വെക്കുക. ബേമിസാൽ അതുല്യമായ. ഷഖ്സിയത്ത് വ്യക്തിത്വം. ഷഖ്സിയത്ത് സെ വ്യക്തിത്വത്തിൽ. വോ ബഹുത്ത് മുതഹസ്സിർ തീ, ഖദീജ ബീവി വളരെ സ്വാധീനമുള്ളവളായി. മുതഹസ്സിർ ഓന എന്ന് പറഞ്ഞാൽ സ്വാധീനമുള്ളവനാവുക. അപ്പോൾ പ്രവാചകൻ്റെ ഈ അതുല്യമായ സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം ധാരാളം ഖദീജ ബീവിയിൽ സ്വാധീനം ചെലുത്തി എന്നാണ് അർത്ഥം. ഉന്നോനെ ആ ഖദീജ ബീവി ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ നിക്കാഹ് കാ പൈആം ബേച്ച. അങ്ങനെ നിൽക്കുമ്പോൾ ഖദീജ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നിക്കാഹ് കാ വിവാഹത്തിൻ്റെ പൈആം ബേച്ച സന്ദേശം അയച്ചു. പൈഹാം എന്ന് പറഞ്ഞാൽ സന്ദേശം. ബേജിന എന്ന് പറഞ്ഞാൽ അയക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാനുള്ള സന്ദേശം അയച്ചു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖദീജ की बहुत इज्जत करते थे. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ बहुत इज्जत करते थे, ധാരാളം, വളരെയധികം, ബഹുത്ത് തന്നെ ധാരാളം, ഇജ്ജത്ത് करते थे ആദരിച്ചിരുന്നു. ഇജ്ജത്ത് കർണ എന്ന് പറഞ്ഞാൽ ആദരിക്കുക. എഴുതി വെക്കുക. ഇജ്ജത്ത് കർണ ആദരിക്കുക. ആപ്പിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻകാ പൈഹാം ഖദീജ ബീവി
റളിയല്ലാഹു അൻഹയുടെ സന്ദേശം ഖുശീസെ സന്തോഷത്തോടെ കബൂൽ കർലിയ സ്വീകരിച്ചു. കബൂൽ കർണ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു? സ്വീകരിക്കുക. അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കാനുള്ള സന്ദേശം അയച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ഖുശീസെ സന്തോഷത്തോടെ കബൂൽ കർലിയ സ്വീകരിച്ചു. കബൂൽ കർണ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഹസ്രത്ത് ഖദീജ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം की ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്തിഹായി വഫാദാർ. ഇന്തിഹായി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ, ഇന്തിഹായി വഫാദാർ അങ്ങേയറ്റം അനുസരണയുള്ളവരും, വഫാദാർ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള. ഓർ മഹബത്ത് കർണേ വാലി ബീവി തി, സ്നേഹിക്കുന്ന, മഹബത്ത് കർണേ വാലി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന, ബീവി തി ഭാര്യയായിരുന്നു. ഇന്തിയായി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, വഫാദാർ എന്ന അനുസരിക്കുന്ന, മഹബത്ത് കർണേ വാലി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന, ബീവി എന്ന് പറഞ്ഞാൽ ഭാര്യ, ബീവി തി ഭാര്യയായിരുന്നു. അപ്പിനി നേക്കി തൻ്റെ നന്മ, അപ്പിനി നേക്കി ഓർ ഒരീബോം കി മദദ് കേലിയെ, തൻ്റെ നന്മക്കും അതുപോലെ ഒരീബം, ഒരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, ഓർ ഒരീബോം കി മദദ് കേലിയെ പാവപ്പെട്ടവർക്ക് സഹായിക്കുന്നതിന് വേണ്ടിയും ഹർ വക്ത് എല്ലാ സമയത്തും തയ്യാർ റഹ്നേക്ക് ഏതദ്ക്കി വജീസെ, തയ്യാർ റഹ്ന എന്ന് പറഞ്ഞാൽ തയ്യാറാവുക, തയ്യാർ റഹ്നേക്ക് തയ്യാറാവുന്നതിൻ്റെ ഏതദ്ക്കി വജീസെ ആ പതിവ് കാരണത്താൽ, ഏതത്ത് എന്ന് പറഞ്ഞാൽ പതിവ്, അങ്ങനെ എല്ലാ സമയങ്ങളിലും പാവങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്ന പതിവ് കാരണത്താൽ, കീ വജീസെ നേരത്തെ നമ്മൾ പറഞ്ഞു കാരണത്താൽ, ഉന്നേം ആ ഖദീജ ബീവി സാരേ അറബുമേം, ഉന്നേം പറഞ്ഞാൽ ഖദീജ ബീവി സാരേ അറബുമേം എല്ലാ അറബ് ലോകത്തും മഖ്ബൂലിയത്ത് ഹാസിൽത്തി സ്വീകാര്യത നേടിയിരുന്നു. മഖ്ബൂലിയത്ത് എന്ന് പറഞ്ഞാൽ സ്വീകാര്യത, മഖ്ബൂലിയത്ത് എന്ന് പറഞ്ഞാൽ സ്വീകാര്യത, ഹാസിൽ ഹോന നേടുക എന്നർത്ഥം. ഹാസിൽത്തി മഖ്ബൂലിയത്ത് ഹാസിൽത്തി സ്വീകാര്യത നേടിയിരുന്നു. ഓ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം के साथ 24 साल रहे. ഖദീജ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര വർഷം ജീവിച്ചു? 24 വർഷം ജീവിച്ചു. 24 സാൽ, 24 വർഷം, സാൽ എന്ന് പറഞ്ഞാൽ വർഷം. 24 സാൽ രഹീം, 24 വർഷം ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം को भी उनसे बेहद मोहब्बत थी. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉൻസെ ഖദീജ ബീവിയോട് ബേഹദ് അങ്ങേയറ്റം, ബേഹദ് എന്ന അങ്ങേയറ്റം മഹബത്തി സ്നേഹമായിരുന്നു. ഹസ്രത്ത് ഖദീജ കാ ഇന്തിക്കാൽ, പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ ഇന്തിക്കാൽ മരണം, ഇന്തിക്കാൽ ഹോന എന്ന് പറഞ്ഞാൽ മരണപ്പെടുക. അപ്പോൾ ഇന്തിക്കാൽ മരണം, വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം की മദീന जाने से पहले हो गया था. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ആയിരുന്നു. ഒന്നുമാടി പറയാം. ഹസ്രത്ത് ഖദീജ കാ ഇന്തിക്കാൽ, ഖദീജ ബീവിയുടെ മരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം की റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജാനേസെ മദീനയിൽ പോകുന്നതിൻ്റെ പഹ്ലെ ഹോഗയാത്ത മുമ്പ്, പഹ്ല എന്ന് പറഞ്ഞാൽ മുമ്പ്, ഹോഗയാത്ത ഉണ്ടായിരുന്നു. ഓ ഹമേഷ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹമേഷ എപ്പോഴും, എഴുതി വെക്കുക, ഹമേഷ എപ്പോഴും. ഓ ഹമേഷ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആപ്പിക്കി, ആ ഖദീജ ബീവിയുടെ കമ്മി എന്ന് പറഞ്ഞാൽ കുറവ്, ആപ്പിക്കി കമ്മി മഹ്സൂസ് കർത്തേ രഹേ, ഖദീജ ബീവിയുടെ ഒരു കുറവ് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. മഹ്സൂസ് കർണ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക, ഫീൽ ചെയ്യുക എന്നർത്ഥം. മഹ്സൂസ് കർണ എഴുതി വെക്കുക, അനുഭവപ്പെടുക. ഓർ കഹ കർത്തേത്തെ, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. പ്രവാചകൻ എന്താ പറഞ്ഞിരുന്നത്? കെ അവ കഹ കർത്തേത്തെ, പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിരുന്നു. കെ എന്തെന്നാൽ ഖദീജ കെ മുജ് പർ ബഹുത്ത് ഇഹ്സാൻ ഹെ, ഖദീജക്ക് മുജ് പർ എൻ്റെ മേൽ ബഹുത്ത് ഇഹ്സാൻ ഹെ, ധാരാളം നന്മയുണ്ട്. അതായത് ഖദീജ ബീവി എന്നെ ധാരാളം സഹായിച്ചിട്ടുണ്ട്, എനിക്ക് ധാരാളം നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുമായിരുന്നു. ഉന്നോനെ ഉസ് വക്ത് മേരി മദദ് കി, ഖദീജ ബീവി, ഉന്നോനെ എന്ന് പറഞ്ഞാൽ ഖദീജ ബീവി, ഉസ് വക്ത് ആ സമയത്ത്, മേരെ മദദ് കി എന്നെ സഹായിച്ചു. എപ്പോഴാണ് സമയത്ത്? ആ സമയത്ത് പറഞ്ഞാൽ ഏത് സമയത്ത്? ജബ് എപ്പോൾ, മക്ക ക സറ സറ മേര ദുഷ്മൻ താ,
മക്കയിലെ ഓരോ അണു പോലും, സറ എന്ന് പറഞ്ഞാൽ അണു, ജബ് മക്കാക്ക സറ സറ, മക്കയുടെ ഓരോ അണു പോലും മേരാ ദുഷ്മൻ താ, എൻ്റെ ശത്രുവായിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ, ഖദീജ ബീവി എന്നെ സഹായിച്ചു. മക്കയിൽ ശത്രുക്കളെല്ലാം ഇസ്ലാമിനെ എതിർത്ത്, ഇസ്ലാമിനെ ആക്ഷേപിച്ച്, ഇസ്ലാമിനെതിരെ മരുഭൂമിയിലൂടെ പാവപ്പെട്ട സ്വഹാബികളെ ചുട്ട വെയിലിൽ വലിച്ച് ഇയച്ചു കൊണ്ടുപോകുന്ന സമയത്ത്, ഇസ്ലാമിന് ആരുമില്ലാത്ത സമയത്ത്, എന്തിന് മക്കയിലെ ഓരോ അണു പോലും, ചെറിയ അണു പോലും മുസ്ലിങ്ങളുടെ ശത്രുവായിരുന്ന സമയത്ത് ഖദീജ ബീവി എന്നെ സഹായിച്ചു എന്ന് ആര് പറയാറുണ്ടായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയേ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.